ചേമ്പിൻ്റെ ഇല, തണ്ട്, കുല അല്ല, നമ്മളെ ചെറുപ്പം നല്ലോണം ഓർക്കാൻ പറ്റുന്നൊരു രംഗമാണ് ഇപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണതാ. കണ്ടല്ലോ, ഒരു ചേമ്പിൻ്റെ ഇലയിലൊക്കെ നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ ഇങ്ങനെ നിറയെ വെള്ളം ഉണ്ടാവില്ലേ, ഇതുപോലെ തുള്ളികൾ. എന്നാൽ ചേമ്പിൻ്റെ ഇലയിട്ട് നനയുമില്ല. എന്നിട്ട് നമ്മൾ കൂട്ടുകാരൊക്കെ കൂടെ എന്താവും, ഈ ഒരു ചേമ്പിൻ്റെ ഇല ഇങ്ങനെ തണ്ണി കളിക്കും. അപ്പം അതിൽ നിന്ന് ആ ഒരു വെള്ളം ഇങ്ങനെ ഉറ്റി പോകണ കാണാൻ ഭയങ്കര സന്തോഷമാണല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യാം, നമ്മളെ അയൽവാസി കുട്ടികളൊക്കെ തന്നെയാണ് ചേമ്പിൻ്റെ ഇല പറിച്ചിടുന്നിട്ട് കുറച്ച് വെള്ളം ഉറ്റിച്ചിട്ട് അങ്ങനെ കളിക്കും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ എന്ത് ചേമ്പിൻ്റെ ഇലയിലെ വെള്ളം, ചേമ്പിൻ്റെ ഇല ഒന്നും, ഒരു സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠനത്തിനെക്കുറിച്ച് കിട്ടിയെങ്കിലായി, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഇതുകൊണ്ടൊക്കെ നല്ല അടിപൊളി ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും കിട്ടുകയും ചെയ്യും. മുമ്പൊക്കെ നമ്മൾ ഈ ഒരു ചേമ്പിൻ്റെ ഇലയും വെള്ളവും ഒക്കെ കണ്ട് സന്തോഷിച്ച പോലെ തന്നെ ഇതൊക്കെ നമുക്ക് കഴിക്കാനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂളിയും ചേമ്പും എല്ലാം കൂടിയിട്ടിട്ട് കൂട്ടാനൊക്കെ നമ്മളെ ഉമ്മമാരുണ്ടാക്കും. ഈ സമയത്ത് മത്തനൊക്കെ പടർന്ന് മത്തൻ്റെ ഇലയും അല്ലെങ്കിൽ കായ, അവിടെ തന്നെ പൂളങ്ങനെ കുത്തിയിട്ട് പൂള കിഴങ്ങ് ഒക്കെ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാവില്ല ഇഷ്ടം പോലെ. ഇപ്പം അവിടെ ആരുടെ വീട്ടിലെ സ്ഥലമുള്ള എല്ലാവർക്കും വീട്, ഒരു 10-15 സെൻറ്റ് സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ മുറ്റവും ചെടിയൊക്കെ ആയിട്ട്. പിന്നെ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കിട്ടാനേ ഇല്ല. എന്നാലേ ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടും ഇലയൊക്കെ നമുക്ക് കിട്ടാനായിട്ട് നല്ല വില കൊടുക്കണം. എന്നാലോ ഇത്ര ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ എത്ര വില കൊടുത്തിട്ടാലും ഇത് വാങ്ങും കഴിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ഈ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒറ്റ ചേമ്പ് മുരട് ഇങ്ങോട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിക്കാണ്. അതിൻ്റെ ഇല ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ടുമേലൊരു തൊലി ഉണ്ടാവും. ആ തൊലി നമുക്ക് പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും അത് നല്ലൊരു ഉറപ്പുള്ള പ്ലാസ്റ്റിക് പോലുള്ള തൊലിയാണ്. അപ്പോൾ ആ തൊലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഓരോ തണ്ടും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചീന്തിയിട്ട് കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു തൊലി ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഒരു ഭംഗിയാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് അതിങ്ങനെ ഇതിൻ്റെ ഈ ഒരു തൊലിയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴേ, ഈ ബിലാത്തി ചേമ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ എടുക്കും, പക്ഷെ അത് വലിയൊരു ചെറിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ തള്ള ചേമ്പുണ്ടല്ലോ, ഈ എന്താണ് തള്ളമലടി ചേമ്പ്, ചെറിയ ചേമ്പ് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ചേമ്പ് നല്ല ചൊറിയായിരിക്കും അതിൻ്റെ ഇല എടുത്താൽ. പക്ഷെ എൻ്റെ മൊക്കെ ഇങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്, ചൊറിയാന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഏതായാലും ഇതിനി ചെറുതായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്യാണ്ട്, പക്ഷെ ചെയ്യണതിൻ്റെ മുമ്പായിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകാണ് കേട്ടോ. ഇതിന് വല്ല ഇതൊക്കെ ഉണ്ടാവുമല്ലോ, മണ്ണ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് സംഭവമാണ്. അപ്പോൾ ഇതിന് വലിയൊരു ചിലവില്ല എന്നുള്ളത് അത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ചോറ് എത്രയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കുണ്ടൻ പാത്രത്തിൽ അളന്നെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണ് അളക്കണമെന്നതിൻ്റെ അളക്കുക. അപ്പോൾ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. എന്തിനാ വെച്ചാൽ ഇതിക്കുള്ള വെള്ളം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു കുണ്ടൻ പാത്രത്തിൽ ചോറ് ഒരു മിക്സിയിൽ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കുണ്ടൻ പാത്രത്തിൽ തന്നെ ഒരു കുണ്ടൻ പാത്രം വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിന് ഭാഗം എന്നുള്ള രീതിയിലാണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈനായിട്ട് തന്നെ നരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മിക്സിയിൽ ജാറ് മൂർച്ചം കുറവോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു തരിതരി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. നമ്മുടെ ഈ ഒരു പലഹാരം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, ചെറിയൊരു തരിയൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു ചോറൊന്ന് അരച്ചിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ലേശം ഒരു അരമുറിൻ്റെ താഴെ കണ്ട തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള, ചെറിയൊരു സവാളയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സവാളയാണ് എടുക്കുന്നത്, തിരക്കിട്ട സമയമായതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒരു 3-4 തൊലിച്ചെടുക്കാനൊക്കെ കുറച്ച് സമയം വേണമെന്ന് വിചാരിച്ചിട്ട് സവാളയാണ് എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലേശം നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പം നല്ല ജീരകം മസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു പലഹാരം നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതൊരു 1/4 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് അങ്ങോട്ട് ആവണ്ട. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം തീരെ ഇല്ല കേട്ടോ. ആ ഒരു ഉള്ളിയുടെ നനവും സവാള ഒന്ന് ചേർത്തുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും അത് ഒന്നിങ്ങനെ അരിഞ്ഞ് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയിലും കുറച്ചൊരു നനവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് അത്യാവശ്യം വലിയൊരു പാത്രം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു തേങ്ങ ചതച്ചതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചോറൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനും കുഴക്കാനും ഒക്കെയുള്ള സൗകര്യം അനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക. അപ്പോൾ ഞാനിതാ ആ മിക്സിഡ് ചാർന്ന് കൈകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചോറ് വടിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് വടിച്ചെടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും പാരാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിഡ് ചാർന്ന് അതിങ്ങോട്ട് കിട്ടൂല. പിന്നെ നമ്മളൊരു സ്പൂൺ കൊണ്ടൊക്കെ കോരിയെടുത്താലും എങ്ങനെയായാലും ഒരു ബ്ലേഡിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം ഫിനിഷ് ആക്കി എടുത്തതാണ് കൈകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഒരു പലഹാരം നല്ലൊരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു യെല്ലോ കുറച്ച് ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ കളർ ഉണ്ടെങ്കിൽ ചെയ്യുക, പക്ഷേ കളറിനേക്കാളൊക്കെ നല്ലത് എപ്പോഴും നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ മഞ്ഞൾ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കുഞ്ഞിക്കയിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3 കുഞ്ഞിക്കയിലൊന്നും പോരട്ടോ, ഒരു 6 കയ്യിലെങ്കിലും വേണം. അതായത് നമുക്കൊരു 1.5 ഗ്ലാസ് അരിപ്പൊടിയോളം വേണ്ടി വരും. ഒരു 1.5 ഗ്ലാസ് ചോറെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 2 ഗ്ലാസോളം അരിപ്പൊടി വേണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ്. അപ്പോൾ അരിപ്പൊടി മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്തെടുക്കരുത്. അപ്പോൾ എന്തൊരു ഹാർഡായിട്ടൊരു ടേസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു പ്രത്യേകം ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും ഒരുപാട് ചോറൊക്കെ ബാക്കിയാകുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു ചായൻ്റെ കടി കിട്ടുകയും ചെയ്യും. ആ ചോറൊക്കെ ഒന്ന് ചിലവായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ കടിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ 3 ഇത് പോരെ, ഒരു 6 കയ്യിലെങ്കിലും പൊടി വേണ്ടി വരുന്നു. അപ്പോൾ ഒരു 6 കയ്യിൽ പൊടി ആദ്യം ഒരു 3 കയ്യിലിട്ട് കൊടുത്ത്. അപ്പോൾ എന്തിനാ വെച്ചാൽ 2 പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച അവിടെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും ശരിക്കും അങ്ങോട്ട് കുക്കിങ്ങൊക്കെ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അളവ് കറക്റ്റായിട്ട് കാണിച്ചു തന്നതാണ്. അപ്പം വെള്ളം കൂടണ്ട എന്നുള്ള പേടിക്കാണ്. അപ്പം നമ്മൾ ഈ ചോറാവുമ്പോൾ ആദ്യം ഒരുപാട് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ ഹാർഡാവും. അതെല്ലാം കുറഞ്ഞിട്ട് കൊടുത്താൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ എന്നുള്ള കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ലേശം പൊടി ഇട്ടിട്ട് കുഴക്കുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരളവും കാര്യമൊന്നും ഒരാവശ്യമില്ല, വെള്ളം മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു കുഴലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കൈകൊണ്ട് ഇങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് പരത്തിയിട്ട് ഒറ്റ വട്ട് മുറിക്കലും എടുക്കലും അത്ര പണിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ ലേശം എണ്ണൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാവും. നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടൊക്കെ എടുക്കല്ലേ, അപ്പോൾ എങ്ങനെയാലും ഒട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലേശം വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മാവുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇവിടെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ എന്തിൻ്റെയിലൊക്കെ മൂടി മല്ലിപ്പൊടിൻ്റെ മുളക് പൊടിൻ്റെ ഒക്കെ മൂടി എടുക്കുക. അപ്പോൾ ഞാൻ ആ മൂടി എടുത്തു. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ വലിയതായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ ഈ ഒരു ഗ്ലാസ്, ഇതിപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ്സുകൾ. ഇനിയിപ്പോൾ ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ്സോ ബൗളോ മൂടിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് എടുത്തുക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വേസ്റ്റ് ആവുമൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കത് ഒരുപാട് കുഴലൊന്നും വെച്ച് പരത്താത്തതുകൊണ്ട് തന്നെ വേസ്റ്റ് ആണെന്നും സിമ്പിളായിട്ട് വീണ്ടും ഒന്നും അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും വീണ്ടും മുറിച്ച് എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സൈഡായിട്ട് ഒന്നും നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഉണ്ട് അരച്ചിട്ട് കഴിക്കൂല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കുകയാണെങ്കിൽ നല്ല സിമ്പിളല്ലേ. കുറച്ചൊരു കട്ടി വേണം കേട്ടോ ഇതിന്, ഒരു 1/2 ഇഞ്ചിൽ കട്ടിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ കൊയലുമ പരത്താൻ അങ്ങനത്തെ പൊടി ഇട്ട് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കയ്യിൽ ലേശം എണ്ണ തൂവി കൊടുത്താൽ കൗണ്ടർ ടോപ്പിലും വെച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് പ്രസ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഒപ്പരം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ കിട്ടിയ പിന്നെ അന്ന് ഇതിലും വലിയൊരു റാഹത്ത് ഇനി വേറെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കണം എന്താ വെച്ചാൽ വലിയ പരന്നൊരു ചട്ടിയിലാണ്. എന്തിനാ വെച്ചാൽ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, പിന്നെ നമുക്കിതിൽ എണ്ണ മുക്കി പൊരിക്കണ്ട, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. മുക്കി പൊരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ഓരോന്ന് ഇടുമ്പോൾ കണ്ടില്ലേ, ഇതിന് മുകൾക്ക് എണ്ണ എത്തുക പോലും ചെയ്യണില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പരന്ന് കിടക്കുമ്പോൾ ഇത് ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യമേ ലേശം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എണ്ണ കുടിക്കണ യാതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ പൊടി വാട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് എണ്ണ കുടിക്കും. പക്ഷെ നമ്മൾ പൊടി വാട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, പച്ച പൊടിയല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചോറും പിന്നെ നല്ല ടേസ്റ്റും ആണല്ലോ ചോറിൽ. ചോറ് വെക്കണ അരി കൊണ്ട് ഉണ്ടാക്കിയാലും ചോറൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴും ആ ഒരു പലഹാരത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കഴിക്കണ സമയത്തും തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പരന്ന ചട്ടി വെക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫുള്ള് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞ ചട്ടി വെച്ചാൽ എന്താ പറയുക, പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയൂല. അപ്പോൾ ഇതുപോലെ പരന്ന ചട്ടിയിലാകുമ്പോൾ കുറഞ്ഞ എണ്ണ ആണെങ്കിലും അത് മുഴുവനും പരന്ന് കിടക്കുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് എന്തൊരു സ്പീഡിലാണ് നമ്മളെ കടിവട റെഡിയായത്, നല്ല ക്രിസ്പി. അപ്പം അതവിടെ നിൽക്കട്ടെ. നമ്മൾ ചേമ്പിൻ്റെ തണ്ട് ഇനി കഴുകിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടായിനി, അതൊക്കെ നന്നായിട്ട് തോർന്ന് നല്ല ഒരു ഡ്രൈ ആയിട്ട് വന്നേട്ടോ. ഈ ടൈമിൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പം ചൊറിയൊന്നും പേടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മിക്കവാറും ആളുകൾക്ക് ചൊറിയും. അപ്പം അങ്ങനെ എനിക്ക് ചൊറിയാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ പേടിയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ അടുപ്പിലൊക്കെ നല്ലോണം തീ കത്തുണ്ടെങ്കിൽ അതിലേക്ക് ഒരു താളിട്ട് കൊടുത്താൽ ആ ചൊറിച്ചിൽ മാറും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ബിലാത്തി ചേമ്പിൻ്റെ താളാണ്, നമ്മൾ വലിയ ചേമ്പുണ്ടാവുമല്ലോ അതിൻ്റെ താളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ചൊറിയേ ഇല്ല. പക്ഷെ ഈ ചെറിയ ചേമ്പാണെങ്കിലും അതിൻ്റെ ഇല ഒഴിവാക്കാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, ചൊറിയുന്ന പേടിയുള്ളവർ എടുക്കണ്ട. അപ്പോൾ ഇതാ എല്ലാ ചേമ്പും തണ്ടും ഞാൻ എല്ലാം കൂട്ടിയിട്ട് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് ഒരു 5-8 കൂട്ടിയിട്ട് പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കൽ. അപ്പം സിമ്പിളായിട്ട് കട്ട് ആയി കിട്ടുകയും ചെയ്യും, വേഗം പരിപാടി കഴിയുകയും ചെയ്യും. അപ്പോൾ അത് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴുകണം കേട്ടോ, അല്ലാതെ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം കഴുകി കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ നല്ലോണം ചൊറിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു താളിത ഒരു കുഞ്ഞു കുക്കറിൽ, ഒരു കുഞ്ഞു കുക്കർ തന്നെ മതി. ഇനിയിപ്പോൾ നമ്മളിത് നിറച്ച് താളെടുത്തിട്ടുണ്ടെങ്കിലും ഇതൊന്ന് ഒറ്റ വിസിലടിമഴക്കും ഇത് അടിയിൽ ചപ്പി കിടക്കും. അപ്പോൾ കുഞ്ഞു കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലേശം വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് തിളക്കുമ്പോഴേക്ക് ഇതിന് വെള്ളം താനേ ഇറങ്ങി വരും, കാരണം ഈ താള് മുഴുവനും വെള്ളമാണ്. അപ്പോൾ അതാ ഇതിലേക്ക് ലേശം ഞാനിപ്പോൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിഞ്ഞോട്ടെ കേട്ടോ. ഒരു 2 വിസിലടിഞ്ഞിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ചൊരു 2 മിനിറ്റ് എന്ന് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലാതെ ഓയിൽ ഒന്നും ഒഴിച്ചെടുക്കരുത്. ഇതിന് ഏറ്റവും ബെറ്റർ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ രുചി ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം മാത്രം ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ലേശം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇങ്ങനെ മൂത്ത് മുളകൊക്കെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള താളുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ആ വേവിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചാലുണ്ടല്ലോ ഇത്ര നല്ലൊരു പോഷകം നിറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യം കിട്ടുന്ന ഒരു കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഈ താളിതാ നന്നായിട്ട് ഭസ്മമായിട്ടുണ്ട്, വെന്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ പ്രത്യേകിച്ചും നമ്മൾ ചേമ്പന്താൾ നന്നായിട്ട് വേണൊരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളെ തൊടുവിലൊക്കെ ഉണ്ടാവും ചേമ്പന്താൾ. അപ്പം ഇനി ഈ ചേമ്പന്താൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ജനുവരി കാണാൻ ഒരു ടൈം ആകുമ്പോഴേക്കും എന്തായാലും ചേമ്പന്താളൊക്കെ കുഴഞ്ഞ് താളായി ഇങ്ങനെ പറ്റ ഉണ്ടാവാതാവും, കാണാതാവും. പിന്നെ നമ്മൾ ചേമ്പ് എവിടെ നട്ടാൽ നമ്മൾ തപ്പി നോക്കിയിട്ട് ഇതിൻ്റെ കുറ്റി ഉണങ്ങിയ കുറ്റിയെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ നല്ലോണം വേവുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ചേമ്പന്താളൊക്കെ വേസ്റ്റാക്കി കളയാതെ വേഗം അരിഞ്ഞിട്ട് ഇതുപോലുള്ള കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കുക, കഴിക്കട്ടോ. അപ്പോൾ അതാ ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു 1/2 കപ്പ്, ഒരു ഗ്ലാസ്സോളം, ഒരു ഗ്ലാസ്സിൻ്റെ അടുത്തുണ്ടാവും, ഒരു കപ്പിൻ്റെ അടുത്ത് അരയിലേറെ ഏതായാലും ഒരു കമ്മട്ടാണ് എടുത്തത്. ചെറുപയർ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് കഴുകി ലേശം ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വിസിലടുപ്പിച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, വേണമെങ്കിൽ ഒരു ഉണക്കൽ മീനിൻ്റെ ഒരു കഷ്ണം മതിയാവും, അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ. അടിപൊളി ഐറ്റംസാണ്, എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ. പിന്നെ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ പലഹാരം, ചോറുണ്ടുണ്ടാക്കിയ പലഹാരം, അപ്പോൾ ഇതിൽ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ആ ചോറ് വെച്ചിട്ടുള്ള പലഹാരം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയണേ ഒന്നും പറയാനില്ല. അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ, ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇത് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ്, നല്ലോണം വെന്തുടഞ്ഞിരിക്കണം ഇത് രണ്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഞ്ഞിൻ്റെ കൂടെ വെറുതെ വേണമെങ്കിൽ കഴിക്കട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മറ്റേത് എന്താണെന്ന് നോക്കാം. പലഹാരം നല്ല സോഫ്റ്റ്, ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ നല്ലതാണ്, ഞാൻ ഇതുണ്ടല്ലേ നല്ലതാണ്. കണ്ടില്ലേ, ഒരു അങ്ങനെ ഒരു കുഴഞ്ഞതോ ഒന്നുമല്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പൊടി, അരിപ്പൊടി നമ്മൾ വാട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആ ഒരു 1.5 കപ്പോ 2 കപ്പൊക്കെ ചോറ് വെച്ചിട്ട്, ഒരു കുണ്ടം മാത്രം ചോറല്ലേ വെച്ചിട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് ചോറൊക്കെ ബാക്കിയാകുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ ചോറ് പിന്നെ വെച്ചുകാണ്ടുണ്ടാക്കും, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നല്ല അടിപൊളി സംഭവമാണ്, വേറൊന്നും വേണ്ട. ആ ഒരു നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും ഉള്ളിയും തേങ്ങയും എല്ലാം മതി കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഇട്ട് വരെ ലൈക്ക് ചെയ്യാൻ മറന്നു, ലൈക്ക് ചെയ്യണം. അസ്സലാമു അലൈക്കും.